ഹായ് എവ്രി വൺ, വെൽക്കം ടു ഇഷ സ്പൈസി ഫെസ്റ്റിവൽ. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഈ ഡ്രിങ്കിന് യൂസ് ചെയ്യുന്ന ആ ഒരു പൗഡർ, അതായത് ഡ്രിങ്ക് നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്ന ആ ഒരു പൗഡർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് പൗഡറും കൂടുതൽ നമുക്ക് ജെല്ലിയും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായി നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമുക്ക് ഒരു 20 to 25 ബാദാമും 25 കാഷ്യൂനട്ടും 10-20 പിസ്തായും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നട്ട്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പഞ്ചസാര ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് കസ്റ്റർഡ് പൗഡർ, അതായത് നമ്മുടെ വാനില എസൻസിൻ്റെ ഫ്ലേവറുള്ള നമുക്ക് കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാലിലൊക്കെ കാച്ചി കുടിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാം. വെറുതെ ഐസ്ക്രീംസ് ഒക്കെ തയ്യാറാക്കാം. ഒത്തിരി വിഭവങ്ങൾ നമുക്ക് ഈ ഒരു പൊടിയും കൊണ്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് ഒരു ബോട്ടിലോട്ട് ആക്കിയതിന് ശേഷം 3-4 മാസം നമുക്ക് വെളിയിൽ തന്നെ വെച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇല്ല ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 6 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തണുത്തതിന് ശേഷം കണ്ടെയ്നറിലോട്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പ്രോസസ്സിങ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ജ്യൂസ് തയ്യാറാക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അതിനായി ഞാനിവിടെ നോർമൽ പാല് ഒരു 1/2 ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിക്സ്ചറും എടുക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നമ്മൾ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പൗഡർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് പാല് ഒരു 4 തവി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കട്ടയില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് സൈഡിൽ വെച്ചതിന് ശേഷം പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. പാല് ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റേർഡ് മിക്സ് നമുക്ക്, അതായത് നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കസ്റ്റേർഡ് മിക്സ് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു തിക്ക് കൺസിസ്റ്റൻസി നമ്മൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നിടം വരെ ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ജെല്ലി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്ട്രോബെറിയുടെ ജെല്ലി ആ ഒരു മിക്സാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാം. അതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻ്റെ സെയിം നമ്മൾ 2 കപ്പ് വെള്ളമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ 1 and 3/4 കപ്പാണ് വെള്ളം യൂസ് ചെയ്തേക്കുന്നത്. 1 കപ്പും 3/4 കപ്പ് വെള്ളം ഇതിവിടെ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ജെല്ലി പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു ജെല്ലി പാക്കറ്റ് പൊട്ടിക്കുമ്പോഴത്തേക്കിന് അതിലോട്ട് ചിലതിൽ 2 പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്, ചിലതിൽ സിംഗിൾ പാക്കറ്റാണ് മിക്സഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ആ പൊടിയും ഒരു എക്സ്ട്രാ പാക്കറ്റ് ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, എക്സ്ട്രാ പാക്കറ്റ് ഉണ്ട്. അതിൽ ഒരു ചെറിയ കളിപ്പാട്ടം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക്, അത് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലോട്ട് പതിയെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് കുക്ക് ചെയ്യാൻ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിക്കോളും. ആ ഒരു പൗഡേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഡിസോൾവ് ആയിക്കോളും. അപ്പോൾ നോക്കിക്കോളും, നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ജസ്റ്റ് ഒരു റൗണ്ട് പ്ലേറ്റ് എന്തെങ്കിലും നമുക്ക് സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് കേക്ക് ടിന്നോ അതുപോലെ എന്താണെങ്കിലും നമുക്ക് എടുക്കാം. അതിലോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ½ an hour കഴിഞ്ഞ ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടിക്കോളൂ. അപ്പോൾ നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പുറത്ത് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ജെല്ലി ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് സ്ലൈസിൽ, അതായത് എത്ര വലുപ്പത്തിലാണ് ക്യൂബ്സ് നിങ്ങൾക്ക് താല്പര്യം, അതേ വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. വാവ്, സൂപ്പർ, നല്ല പെർഫെക്റ്റ് ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജെല്ലി നമുക്ക് ആ ഒരു ഡ്രിങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രിങ്ക് ഇവിടെ നന്നായിട്ട് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കൂളായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, അതിൻ്റെ ടെക്സ്ചർ ഏകദേശം നന്നായിട്ടൊന്ന് കുറുകയും വന്നിട്ടുണ്ട്. അധികം കുറുകയില്ല. നമുക്കൊരു ഷേക്കൊക്കെ കുടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ജെല്ലി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ജെല്ലി നമുക്ക് ഒരു ഡെപ്പിയിലോട്ട് ആക്കിയതിന് ശേഷം ഒരു ഫ്രിഡ്ജിൽ ഒരു 2-3 ദിവസം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ പകുതി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, പകുതി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ നട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഞാനിവിടെ കുറച്ച് ബാദാമൊക്കെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം.
അടിപൊളി ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്ക് ചൂടുകാലത്ത് കുടിക്കാനും അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ ഇരിക്കുമ്പോൾ കുടിക്കാനും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ജെല്ലിയൊക്കെ കടിക്കുമ്പോഴത്തേക്കിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ജെല്ലിയൊക്കെ കിട്ടുമ്പോഴത്തേക്കിന്. അപ്പം നല്ല ഹെൽത്തിയാണ്. നമുക്ക് ജെല്ലിയൊക്കെ ഇല്ലെങ്കിലും വെറുതെ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാനും പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഡിയേഴ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വളരെ സ്പെഷ്യൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഫോളോയും കൂടെ ചെയ്ത് നമ്മളതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.